ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് ഹെയർ ഉള്ള ആൾക്കാർ, എസ്പെഷ്യലി പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ, മുടി നനഞ്ഞ മുടി കെട്ടിവെക്കുന്ന ഒരു സ്വഭാവം, ടവലിൽ കെട്ടിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിനെ ബാധിക്കാൻ പോകുന്നത്? നമ്മൾ എപ്പോഴും പറയും ഡ്രൈ ചെയ്യണം ഹെയർ, മോയ്സ്ചർ റീറ്റെയിൻ ചെയ്ത് വെക്കല്. ചിലപ്പോൾ നമ്മൾ പറയും വേണമെങ്കിൽ ഒരു ഹെയർ ഡ്രൈവർ കോൾ സെറ്റിങ്ങിൽ വെച്ച് വേണമെങ്കിൽ ഡ്രൈ ചെയ്ത് വിടാം. ഓക്കെ, മോയ്സ്ചർ റീറ്റെയിൻ ചെയ്താൽ ഫംഗസ് വളരാനും ഡാൻഡ്രഫ് വരാനും ചാൻസ് ഉണ്ട്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹെയർ ബ്രിട്ടിലാവാനും ചാൻസ് ഉണ്ട്, പൊട്ടാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഹെയർ ഡാമേജ് ഉണ്ടാവാം. ഇപ്പോൾ പൊതുവെ നമ്മളുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു സംഭവമാണ്, മുടി വടിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ താടിയാണെങ്കിലും വടിച്ച് കളഞ്ഞാൽ നന്നായിട്ട് മുടി വളരും, അല്ലെങ്കിൽ ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് സത്യമുണ്ടോ? അതിലൊരു ബന്ധമില്ല. ഓക്കെ, മുടി വലിച്ചു കളഞ്ഞാലും ഇനിഷ്യൽ സ്റ്റേജിൽ ആ ഒരു കോർണർ ഇച്ചിരി റഫ് ടെക്സ്ചർ കാരണം എല്ലാവരും വിചാരിക്കും ബെറ്റർ ആയിട്ട് വളർന്നെന്ന്. പക്ഷെ വളർന്നു വരുമ്പോൾ നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെ വളരാൻ പോകുന്നുള്ളൂ. ചിലവർ സീറംസ് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ ഇനിഷ്യൽ ഫേസിൽ മുടി വടിച്ച് കളയും, സോ ദാറ്റ് ആപ്ലിക്കേഷൻ എളുപ്പമാവാൻ വേണ്ടി. അല്ലാതെ അപ്പോൾ ഡയറക്ട്ലി സ്കാൽപ്പിലേക്ക് മരുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വടിച്ച് കളയാറുള്ള ചിലവർ. അല്ലാണ്ട് പുതിയ മുടി നല്ല മുടിയൊന്നും വരില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ, ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഹെയർ കോൺഫിഡൻസ് ആണെന്ന് പറയും. ഇപ്പോഴും ഹെയർ നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഹെയറിൻ്റെ ഹെയർ ഫോള്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരുപാട് എക്സ്പെരിമെൻറ്റ്സും ഇന്നോവേഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. സോ എനിക്ക് നിരഞ്ജനോട് ആസ് എ ഡോക്ടർ ചോദിക്കാനുള്ളത്, എന്താണ് ഈ ഒരു ജേർണിയെ പറ്റി പറയാനുള്ളത്? എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു പൊതുവെ ഈ ഒരു ഹെയറിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് ശരിക്കും? ഐ തിങ്ക് ദ കൺസേൺ ആയിട്ടുള്ള കാര്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. ബിക്കോസ് ഇത് കോൺഫിഡൻസിനെയും ലുക്സിനെയും ഒത്തിരി ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ കൺസേൺ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവയർനെസ് കൂടുതൽ ഇപ്പോഴാണുള്ളത് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇതിൽ തന്നെ ഒത്തിരി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് പീപ്പിളിന്റെ കോൺഫിഡൻസ് ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്നത് ഡെഫിനറ്റ്ലി അത് കൂടിയിട്ടുണ്ട്. ബിക്കോസ് 10 വർഷം മുമ്പേ ഉള്ള പോലല്ല ഇപ്പം. അന്ന് എല്ലാവർക്കും പേടിയായിരുന്നു. ഇന്നൊരു സാധാരണ പോയി ചെയ്തു വരുന്ന ഒരു ഡേ കെയർ സർജറി പോലെ ആണ് ആൾക്കാർ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നു. സോ അവയർനെസ് ബിൽഡ് ചെയ്യേണ്ട അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ വീഡിയോസിലും റീൽസിലൊക്കെ കാണുന്നതാണ് ഹെയർ സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്ന കാര്യം. ഒത്തിരി എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് കൂടുതലും അതിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. ഹെയർ സ്ട്രെയിറ്റനിങ് കൊണ്ട് പ്രശ്നമുണ്ടായിട്ട് ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഒത്തിരി പേര് വരാറുണ്ട്. ബിക്കോസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ ഹെയർ ബ്രിട്ടിലാവും, തിന്നറാവും, ആ ഹെയറിന്റെ ക്യൂട്ടിക്കൽ ഡാമേജ് ആവും. മാത്രമല്ല ഈ റീഗ്രോത്ത് ആവുന്ന ഭാഗവും അത്ര ഭംഗിയായിട്ട് വരില്ല. അതുകൊണ്ട് ഒരു വിഷ്യസ് സൈക്കിളിലേക്ക് അവർ ഇറങ്ങും. ഒരു ആണ സ്ട്രെയിറ്റൻ ചെയ്താൽ പിന്നെയും പോയി സ്ട്രെയിറ്റൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ ഡാമേജ് ആയി അത് പൊടിഞ്ഞു പോകും. ഒത്തിരി പേര് വരാറുണ്ട് ഇങ്ങനെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത് ഡാമേജ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു സജഷൻ ചോദിക്കുകയാണ്, ഞാൻ നാച്ചുറലി എൻ്റെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണോ അതോ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഒരു ആൻസർ? ഓൾവേസ് ബെറ്റർ നാച്ചുറലി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹെയർ തിന്നിങ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടി വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് പോയി ചെയ്യണം. ഓക്കെ, ഈ നമ്മളിപ്പോൾ ഒരുപാട് കെമിക്കൽസ് ആണ് നമ്മൾ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെയറിന് ഡാമേജ് തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പേഷ്യൻസിന്റെ ഒരു കൺസേൺ മോസ്റ്റ്ലി അങ്ങോട്ട് തന്നെയാണോ പോവാറ്? കെമിക്കൽസ് അല്ലേ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരു കൺസേൺ ആണോ അവർ റേസ് ചെയ്യാറ്? കെമിക്കൽ ആണല്ലോ, വെള്ളവും ഒരു കെമിക്കൽ ആണല്ലോ. അപ്പം അതിനായിട്ടുള്ള സേഫർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന പ്രോഡക്ട്സ് ഡെഫിനറ്റ്ലി ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിരിക്കും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെതായ ഉള്ള കെമിക്കൽ ലെസ് ഉള്ള പ്രോഡക്റ്റ്, ബിക്കോസ് നമ്മൾ കെമിക്കൽ ഫ്രീ എന്ന് പറയാൻ പറ്റൂലല്ലോ, ഒന്നും കെമിക്കൽ ഫ്രീ അല്ല. പക്ഷേ ലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വിച്ച് സേഫ് ഫോർ ദ ഹെയർ ആയിരിക്കും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി. ആൻഡ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സ്കിന്നിന് ഗ്ലൂട്ടാത്തയൺ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഇപ്പോൾ ഹെയറിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടുന്നു എന്ന് പലരും റിസൾട്ട് പറയുന്നുണ്ട്. ശരിക്കും അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? കാരണം വെച്ചാൽ ഡെഫിനറ്റ്ലി അതിൻ്റെതായ ഹെയറിന് സ്പെസിഫിക് ആയിട്ടുള്ള വൈറ്റമിൻസ് എടുത്താൽ ഹെയർ ഗ്രോത്തും ആ ഒരു സൈക്കിൾ ഓഫ് ഹെയറിനെ സ്റ്റേബിൾ ആക്കും. ഒരു ഹെയർ ഷെഡിങ് ഫേസിൽ കൂടെ പോകുന്നവർ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുന്നെങ്കിൽ ലൈക്ക് വിറ്റമിൻ ഡി, B12, അയൺ, തൈറോയിഡ് ഇംബാലൻസ് ഒക്കെ ഉള്ളത് കറക്റ്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള സപ്ലിമെന്റ് എടുത്താൽ ഡെഫിനറ്റ്ലി ആ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യും, ആ സൈക്കിൾ ഓഫ് ഹെയർ സ്റ്റേബിൾ ആവുകയും ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് കാണാം. ഓക്കെ, എനിക്ക് തോന്നുന്നു വൈറ്റമിൻ ഡി ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഹെയർ ഗ്രോത്തിന് കാരണമാവുന്നില്ല. അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ഡെഫിനറ്റ്ലി ഉണ്ട്. ബിക്കോസ് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇപ്പം മിക്കവാറും ഇൻഡോഴ്സ് അല്ലേ, വെളിയിൽ ഇറങ്ങി നടക്കുന്നതും കളിക്കുന്നതൊക്കെ കുറവല്ലേ. അപ്പം ആ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭൂരിഭാഗം ആൾക്കാർക്ക് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് ഹെയറിനെ എഫക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളപ്പോഴാണ്. അതും എടുക്കുമ്പോൾ അലോങ് വിത്ത് അതർ വൈറ്റമിൻസും കറക്റ്റ് ചെയ്യണം, ഡി മാത്രം പോരാ. ഓക്കെ,
വേറെ വൈറ്റമിൻസ് എല്ലാം കൂടെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഹെയറിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് വൈറ്റമിൻ ഡി ഡയറക്റ്റ് സൺലൈറ്റും നമ്മുടെ ഹെയറിന് അതുപോലെ തന്നെ പ്രശ്നം വരുന്ന ഒരു സാധനം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിക്ക് സപ്ലിമെന്റ്സ് എടുക്കാന്നുള്ളത് മാത്രമാണോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ശരിക്കും? ഒത്തിരി എക്സ്പോഷർ ചെയ്യണം എന്നല്ല പറയുന്നത് വിറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട്. ഒരു റെഗുലർ ലൈഫ് സ്റ്റൈല്, ഒരു ഔട്ട്ഡോഴ്സും ഇൻഡോഴ്സും ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആവശ്യത്തിന് വിറ്റമിൻ ഡി വരും. അല്ലാതെ വെയിലത്ത് പോയി നിൽക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെയുള്ള ഒരു വെയിൽ കൊണ്ടാൽ നല്ലതാണ്? രാവിലത്തെ വെയിൽ കൊണ്ടാല് നല്ലതാണ്. നമുക്കൊരു എക്സാക്ട് ടൈം, ഒരു 7 to 9 AM നമ്മൾ ഒരു വാക്കിന് രാവിലെ എണീറ്റ് ഒന്ന് പോയാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഗുഡ്.